ചാലിയാറിൽ ചിതറിയ ശരീരങ്ങളെ തേടിയുള്ള തിരച്ചിൽ തുടരുന്നു. യന്ത്ര സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ മൃതദേഹവും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളും തേടിയാണ് ഈ അതിസാഹസിക പോരാട്ടം. 3 ദിവസങ്ങളിലായി 58 മൃതദേഹങ്ങളും 88 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ഇന്ന് 6 മൃതദേഹങ്ങളും 5 ശരീരഭാഗങ്ങളും ജില്ലാ ആശുപത്രിയിലെത്തി. ഇന്ന് വന്നതടക്കം 146 മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി വയനാട് ആശുപത്രിയിലേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കൈ, ചൂരൽമല എന്നിവയോട് ഏറ്റവും അടുത്തുള്ള പോത്തുകല്ല് പഞ്ചായത്തിലെ കടവുകളിൽ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതെങ്കിൽ പിന്നീട് 50ലേറെ കിലോമീറ്റർ താഴെ വാഴക്കാട് നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിച്ചു. ചാലിയാറിൽ നിന്ന് ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് നടക്കുന്നത്. 3 മൃതദേഹം പോത്തുകൽ വനത്തിന് ഏറെ ഉള്ളിലായതിനാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്താൻ വൈകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.